ഈശോയാൽ പ്രത്യേകം സ്നേഹിക്കപ്പെടുന്ന ദൈവജനമേ, പലപ്പോഴും ദാരിദ്ര്യം ഒരനുഗ്രഹമായി മാറുന്ന രംഗങ്ങൾ നാം കാണാറുണ്ട്. ദാരിദ്ര്യത്തെക്കുറിച്ച് അമിത ദുഃഖം വേണ്ട. കാരണം പിൽക്കാലത്ത് അനേകം ദരിദ്രർ സമ്പന്നരായി മാറാറുണ്ട്. ഒരു കാര്യം മാത്രം, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 3-ാം തിരുവചനത്തിലെ യേശു പഠിപ്പിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. തോബിത്ത് മകൻ തോബിയാസിന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. 4-ാം അധ്യായം 21-ാം തിരുവചനമാണത്. മകനെ, നാം ദരിദ്രരായി തീർന്നതിൽ നിനക്ക് അതിവേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ആ വാക്കുകൾ അന്വർത്ഥമായി എങ്ങനെ ധനികയായ സാറ വധുവായി ജീവിതത്തിലേക്ക് കടന്നു വന്നു. കിട്ടാനുള്ള തുക തിരിച്ചു കിട്ടി. മാത്രമല്ല, തോബിത്തിന്റെ അന്ധത നീങ്ങാൻ റഫായേൽ മാലാഖ സഹായിച്ചു. ജീവിതത്തില് തകർച്ചകളും ദാരിദ്ര്യവും അപമാനവും ഒക്കെ വരുമ്പോൾ നാം ഓർക്കുക, ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നേറുന്ന വ്യക്തി പിന്നീട് അനുഗ്രഹങ്ങൾക്ക് അർഹനായി മാറും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രത്യാശ കൈവിടാതെ മുന്നേറാം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, കരം പിടിച്ച് നടത്തുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്, കൃപ നിറയ്ക്കുന്നുണ്ട്. ആമേൻ.